ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഡെഡ് ബോഡി ആദ്യത്തെ ദിവസം വെള്ളത്തിനടിയിലായിരിക്കും കിടക്കുക. മൂന്നാമത്തെ ദിവസമാണ് ഇതേപോലെ പൊങ്ങി വരിക. എന്താണ് ഇതിന് കാരണം? നമസ്കാരം. ശാസ്ത്ര പരീക്ഷണങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിന് നല്ല ഒരു പ്രോത്സാഹനം പേരൻസിൻ്റെയും കുട്ടികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന്, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ പരീക്ഷണം ഗവേഷണാത്മകമായിട്ടാണ്, ഒരു പ്രോജക്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഇന്നത്തെ പരീക്ഷണം ഞാൻ അവതരിപ്പിക്കുന്നത്. ശാസ്ത്രം പഠനം എന്ന് പറയുന്നത് പരീക്ഷണം, നിരീക്ഷണം, വിവരശേഖരണം, ആ ശേഖരിച്ച വിവരങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് സ്വന്തമായിട്ട് കുട്ടി ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ നിത്യജീവിതത്തിൽ ആ വിവരം അപ്ലൈ ചെയ്യുക. അന്നേരമാണ് ഈ പഠനം പൂർണ്ണമാകുക. അതിന് ഉപകരിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ പരീക്ഷണം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഈ പരീക്ഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. ഇവിടെ 6 ഗ്ലാസ്സിൽ കോഴിമുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഈ ഗ്ലാസ്സിൽ കോഴിമുട്ട ജലത്തിൽ അതിന് അടി തട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ജലത്തിൽ കോഴിമുട്ട കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട്. മൂന്നാമത്തേതിൽ ഇനിയും പൊങ്ങി നിൽപ്പുണ്ട്. നാലാമത്തെ ഈ ഗ്ലാസ്സിലേക്ക് നോക്കിക്കേ, ഇനിയും പൊങ്ങി നിൽക്കുകയാണ്. അതിനേക്കാളും കൂടുതൽ 5ാമത്തെ ഗ്ലാസ്സിൽ പൊങ്ങി നിൽപ്പുണ്ട്. 6ാമത്തെ ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അടിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് ഈ ഗ്ലാസ്സിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഇത് നമ്മൾ ഭക്ഷണത്തിനൊക്കെ ചേർക്കുന്ന സോൾട്ടാണ്, ഉപ്പാണ്. ഈ ഉപ്പാണ് ഞാൻ ഈ പരീക്ഷണത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ഇത്ര എടുത്തിട്ടതാ വിരൽ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു അളവ് കിട്ടും. ഈ അളവ് എടുത്തിട്ട് ഈ ജലത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് പച്ച നിറത്തിൽ. അപ്പോൾ അത് എല്ലാ ഗ്ലാസ്സിലും ഒരേപോലെ ജലം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത്രയും ജലം എടുത്തിട്ട് 6 ഗ്ലാസ്സിലും നിറയ്ക്കുന്നു. അതിനുശേഷം ഉപ്പ് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളക്കാൻ സാധിക്കും. അപ്പോൾ ഉപ്പ് അതിൽ ഡിസോൾവ് ആകും. ഈ ഗ്ലാസ്സിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ആ ഗ്ലാസ്സിൽ പച്ചവെള്ളമാണ്. അപ്പോൾ അതിൽ കോഴിമുട്ട അടിയിൽ മുട്ടിയിരിക്കുന്നു. അതിന് കാരണം കോഴിമുട്ടയ്ക്ക് പച്ചവെള്ളത്തിനേക്കാളും ഡെൻസിറ്റി, സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ്. ഈ ഗ്ലാസ്സിൽ ഞാൻ ഇതേപോലെ 1.5 സ്പൂൺ ഉപ്പ്, സോൾട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, കുറച്ചത് പൊങ്ങി നിൽക്കുന്നു. ഇവിടേക്ക് വന്ന സമയത്ത് ഞാൻ ഇതേപോലത്തെ 2 സ്പൂൺ ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട കുറച്ചും കൂടെ പൊങ്ങി വന്നു. ഇതിൽ ഞാൻ ഇതുപോലത്തെ 3 സ്പൂൺ ഉപ്പ് ഈ ഗ്ലാസ്സിലെ ജലത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട ഇതിനേക്കാളും കുറച്ചും കൂടെ പൊങ്ങി വന്നിരിക്കുകയാണ്. ഇതിൽ ഞാൻ 4 സ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇതിനേക്കാളും പൊങ്ങിയാണ് ഇത് നിൽക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ അവസാനത്തെ ഗ്ലാസ്സിൽ ഇതേപോലത്തെ 6 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. അപ്പൊ അത് ലയിച്ചു ചേർന്നില്ല, സോലുബിളാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് അത് ചൂടാക്കണം. അങ്ങനെ ചൂടാക്കുമ്പോൾ അത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറും. അപ്പൊ 6 സ്പൂൺ ഇതേപോലത്തെ 6 സ്പൂൺ ഇട്ട് ഡിസോൾവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന സാച്ചുറേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിലാണ് കോഴിമുട്ട ഏറ്റവും കൂടുതൽ പൊങ്ങി നിൽക്കുന്നത്. ഒരു പക്ഷേ ഇനിയും നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഇതിനെ കൂടുതൽ പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ ഗവേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എത്ര സ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുമ്പോഴാണ് കോഴിമുട്ടയുടെ ലെവലിൽ ഡിഫറൻസ് വരുന്നത്. ഗവേഷണമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് ഇതിന്റെ ഹൈറ്റ് ഇവിടെ അളക്കാൻ സാധിക്കും. അത് ഓരോന്നിന്റെയും ഹൈറ്റ് അളന്നു കഴിയുമ്പോൾ ഇത്ര സെന്റിമീറ്റർ പൊങ്ങാൻ ഇത്ര ഉപ്പ് ചേർത്താൽ മതി എന്ന് കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ആ ഒരു അളവും ഡെൻസിറ്റിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താം. അപ്പൊ അവിടെ മാത്തമാറ്റിക്സും വരും, അതേപോലെ ശാസ്ത്രവും വരും. അപ്പൊ അങ്ങനെ വിവരങ്ങൾ കുട്ടികൾക്ക് തന്നെ ഗവേഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. ഇത് ചെയ്ത ഒരു കുട്ടിക്ക് മാത്രമേ ഇതിൽ എത്ര ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നിലും എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇത് ചെയ്യാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് എന്നത് ഒരു അതിശയമായിരിക്കും. നിത്യജീവിതത്തിൽ നമ്മൾ, പ്രത്യേകിച്ച് കുട്ടികൾ, ജലത്തിൽ ഇതേപോലെ ഓരോ സാധനങ്ങൾ പൊങ്ങിക്കിടക്കുന്ന കാണുന്നുണ്ടാവാം.
തടി പൊങ്ങിക്കിടക്കും, പ്ലാസ്റ്റിക് കിട്ടാതെ പൊങ്ങിക്കിടക്കും, ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഡെഡ് ബോഡി ആദ്യത്തെ ദിവസം വെള്ളത്തിനടിയിലായിരിക്കും കിടക്കുക. മൂന്നാമത്തെ ദിവസമാണ് ഇതേപോലെ പൊങ്ങി വരിക. എന്താണ് ഇതിന് കാരണം? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് സയൻസ് ഈ ഒരു ഗവേഷണാത്മകമായ പരീക്ഷണം ചെയ്യുന്ന കുട്ടിക്ക് അതിന് ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡെൻസിറ്റിയും വോളിയവും വിപരീത അനുപാതത്തിലാണ്. വോളിയം കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറഞ്ഞു വരും. അപ്പൊ ക്രമേണ ആ ശവശരീരത്തിൽ അതിന്റെ വോളിയം കൂടിക്കൂടി വരും. അങ്ങനെ വോളിയം കൂടിക്കൂടി വന്ന് ഡെൻസിറ്റി കുറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ നിന്നത് പൊങ്ങി വരും. അതിന് 3 ദിവസം വേണം. 3-ാം പൊക്കം അത് പൊങ്ങി വരും. 3-ാം പൊക്കം പറഞ്ഞൊരു സിനിമ തന്നെയുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഡെഡ് ബോഡി 3-ാം ദിവസം പൊങ്ങി വരുന്നു എന്നുള്ള ആ ഒരു കാര്യം ഡെൻസിറ്റിയും വോളിയവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഞാൻ ഈ പരീക്ഷണം കൊണ്ട് ഉദ്ദേശിച്ചത്. ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പരീക്ഷണമാണ് ഇത്. ഈ ഗ്ലാസ്സിലുള്ളത് ജലമാണ്. ഈ പാത്രത്തിൽ മണ്ണെണ്ണയാണ്, കെറോസിൻ. ജലത്തിനാണോ ഡെൻസിറ്റി കൂടുതൽ അതോ കെറോസിനാണോ ഡെൻസിറ്റി കൂടുതൽ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന് ഉത്തരം കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ മണ്ണെണ്ണ ഒന്ന് ഒഴിച്ചു നോക്കാം. അപ്പൊ ആ മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ എന്താണ് കാണുന്നത് എന്ന് നോക്കാം. പൂർണ്ണമായിട്ടും നമ്മൾ വെള്ളത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. അപ്പൊ നോക്കൂ, അടിയിൽ ജലമാണ്, ഇവിടെ മണ്ണെണ്ണയാണ്. അപ്പൊ ഡെൻസിറ്റി കൂടുതലുള്ളത് അടിയിലും ഡെൻസിറ്റി കുറവുള്ളത് മുകളിലും പോകും. ഈ ഒരു പരീക്ഷണം കാണുന്ന കുട്ടിക്ക് ഡെൻസിറ്റിയെ കുറിച്ചുള്ള ഒരു വ്യത്യാസം, ജലത്തിനാണോ ഡെൻസിറ്റി കൂടുതൽ അതോ മണ്ണെണ്ണയ്ക്കാണോ ഡെൻസിറ്റി കൂടുതൽ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ഈ പരീക്ഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇതേപോലെ രസകരമായ നിരവധി പരീക്ഷണങ്ങളുമായി ഇനിയും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.